നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ദോശയാണ്. അപ്പോൾ നമ്മളിന്ന് മുട്ട ദോശയൊന്നും ഉണ്ടാക്കാനിരുന്നതല്ലായിരുന്നു. അപ്പോൾ പാറക്കുട്ടി രാവിലെ എഴുന്നേറ്റ് വന്നപ്പം ഇഡലിക്കുട്ടകം അടുപ്പിലിരിക്കുന്ന കണ്ടപ്പോഴേ പറഞ്ഞു എനിക്കിന്ന് ഇഡലി വേണ്ട എന്ന് പറഞ്ഞു. അപ്പം വിചാരിച്ചു ഒരു മുട്ട ദോശ ഉണ്ടാക്കി കൊടുത്തേക്കാവുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പാറക്കുട്ടിക്ക് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട മാത്രം എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം അതിനായിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വഴക്കുണ്ടാക്കി മേടിച്ചിട്ട് മിക്സ് ചെയ്യുവാണ് പുള്ളിക്കാരി. അപ്പം അതിനകത്ത് ഒന്നും ഇടുന്ന അവൾക്ക് ഇഷ്ടമല്ല. നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഇതിട്ടാൽ മതി. ഞാനിവൾ കാണാത്തപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എഴുന്നേറ്റ് വന്നതുകൊണ്ടാണ് ഇതിനകത്തൊന്നും മിക്സ് ചെയ്യാഞ്ഞത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുളക് പൊടിയോ കുരുമുളക് പൊടിയും പച്ചമുളക് അരിഞ്ഞതോ ഒക്കെ മിക്സ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പ് മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. ഉപ്പും കൂടിപ്പോയാൽ അവൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഉപ്പിട്ടപ്പം ഇച്ചി എന്ന് പറഞ്ഞ് ഞാൻ ചലിച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ദോശ നന്നായിട്ട് പരത്തുക. നല്ല തിൻ ലെയറായിട്ട് പരത്തണം. അല്ലെങ്കിൽ കട്ടി കൂടിപ്പോയാലും മുട്ട ദോശയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് നന്നായിട്ട് പരത്തണം. എന്നിട്ട് ഞാൻ ഇപ്പോൾ 2 ദോശയ്ക്കുള്ള ആണ് ഒരു മുട്ട എടുത്തേക്കുന്നത്. അപ്പം ഒരു മുട്ട വേണമെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കോട്ട് പൊട്ടിച്ചൊഴിച്ച് എല്ലായിടത്തോട്ടും ആക്കാം. പക്ഷേ നല്ല കട്ടി വരും. അവൾക്ക് അതങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എല്ലായിടത്തോട്ടും ഒന്ന് പരത്തിയാൽ മതി. പറ്റാഞ്ഞിടത്ത് നമ്മൾ സ്പൂണിട്ട് കോരി അങ്ങ് ആക്കിയാൽ മതി. അപ്പം അങ്ങനെ എല്ലായിടത്തും ആക്കുകയാണ്. ഇപ്പം തിന്നായിട്ട് മുട്ട ദോശ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തിന്നായിട്ട് പരത്തിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചെറുതായിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. കട്ടിക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത്രയും ടേസ്റ്റ് വരത്തില്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് നമ്മളിത് ഉണ്ടാക്കാനിരുന്നൊന്നുമല്ല. അപ്പം ഇഡലിക്ക് വേണ്ടിയിട്ട് ചട്നി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മുളക് ചമ്മന്തി. ഇത് കുഞ്ഞുള്ളിയും പത്തലമുളക് ചുട്ടിട്ട് കുഞ്ഞുള്ളിയും കൂടെ ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടിയിട്ട് ചതച്ചുണ്ടാക്കിയതാണ്. അതിനുശേഷം നമ്മുടെ ദോശ ഒരു സൈഡ് തിരിച്ചിടുക. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൂത്താണ് ഇരിക്കുന്നത്. തിന്നാൻ നല്ല ടേസ്റ്റാണ്. പാറക്കുട്ടിക്ക് പിന്നെ കറിയൊന്നും വേണ്ട. അതുപോലെ ഇനി അടുത്തതും കൂടെ ഒഴിക്കുകയാണ്. ബാക്കിയുള്ള മുട്ടയുടെ അതും അതിനകത്ത് നന്നായിട്ട് ഫില്ല് ചെയ്യുക.